ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 സെപ്റ്റംബർ മാസഫലം കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതാണ്. അതായത് അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചതയം, അതുപോലെ പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവർക്കും കുംഭലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും സെപ്റ്റംബർ മാസം എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കാം. കുംഭക്കൂറ് കുംഭലഗ്നം എന്നൊക്കെ പറയുമ്പോൾ ജന്മലഗ്ന രാശിയാധിപൻ ശനിയാണ്. ആ ശനി ഇപ്പോൾ 2-ൽ സഞ്ചരിക്കുന്നു, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. സൂര്യൻ സെപ്റ്റംബർ 17-ന് 7-ൽ നിന്നും 8-ലേക്ക് രാശി മാറുന്നു. ചൊവ്വ സെപ്റ്റംബർ 18-ന് 5-ൽ നിന്നും 6-ലേക്ക് രാശി മാറുന്നു. ബുധൻ സെപ്റ്റംബർ 7-ന് 8-ാം ഭാവാധിപനായി 8-ലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു. ഗുരു 6-ല് ഉച്ചസ്ഥിതനാകുന്നു. ശുക്രൻ സെപ്റ്റംബർ 2-ന് 9-ലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു. രാഹു ജന്മരാശിയിലും കേതു 7-ലും സ്ഥിതി തുടരുന്നു. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ 4 ഗ്രഹങ്ങൾക്കാണ് പ്രധാനമായിട്ട് രാശിമാറ്റങ്ങൾ വരുന്നത്: ശുക്രൻ, ബുധൻ, രവി, അതുപോലെ കുജൻ. അതേസമയം 3 ഗ്രഹങ്ങൾ ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. ഗുരു ഉച്ചസ്ഥിതനാണ്, ബുധനും ഉച്ചരാശിയിലേക്ക് വരുന്നുണ്ട്, ശുക്രനും മൂലത്രികോണ രാശിയിൽ ബലവാനായിട്ട് വരുന്ന മാസമാണ് സെപ്റ്റംബർ മാസം. അപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സെപ്റ്റംബർ മാസത്തിൽ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഈ കൂറുകാരുടെ ഈ ലഗ്നക്കാരുടെയും പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി നോക്കാം. ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ ശനി 2-ൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു. ഇപ്പോൾ ജന്മരാശ്യാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അല്പം ഇമ്മ്യൂണിറ്റി കുറവ്, ബോഡി സംബന്ധമായിട്ടുള്ള ക്ഷീണമൊക്കെ അനുഭവപ്പെടാം, ഉന്മേഷമില്ലായ്മയൊക്കെ അനുഭവപ്പെടാം. അതേസമയം 6-ൽ ഗുരു ഉച്ചസ്ഥിതനാണ്. 8-ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 8-ൽ ഉച്ചസ്ഥിതനാണ്. ഒരു വിപരീത രാജയോഗാവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പം ശനി 12-ാം ഭാവാധിപനും കൂടിയാണ്, 2-ൽ സ്ഥിതി വരുന്നുണ്ട്. ഇപ്പോൾ അവസാനത്തെ പകുതി രവി, ബുധൻ ഒക്കെ തന്നെ 2-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ അല്പം ആഹാരത്തിലൊക്കെ ഒരു കെയർ കൊടുക്കണം. സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിന് സാധ്യതയുണ്ട്. ഇപ്പോൾ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഡയബറ്റിക് ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർ, അതുപോലെ ഈ കൊളസ്ട്രോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ, അവരൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ചൊവ്വ, ശനി ഒക്കെ തന്നെ 8-ലൊക്കെ ദൃഷ്ടിയുള്ള സമയമാണ്. അഷ്ടമത്തിലൊക്കെ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ദൂരയാത്രകളിൽ ഒരു കെയർ കൊടുക്കണം. അതുപോലെ ചിലർക്ക് ഈ ലോവർ അബ്ഡമൻ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. ചിലർക്ക് ബ്ലാഡർ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ വരാം. അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വന്നാൽ തന്നെയും ഈ ടൈംലി ട്രീറ്റ്മെൻറ്റിലൂടെ അവർക്ക് സഡൻ റിക്കവറി സാധ്യമാകും. പ്രത്യേകിച്ച് ഈ 6-ൽ ഉച്ചസ്ഥിതനായിട്ട് ഗുരു 8-ാം ഭാവാധിപൻ 8-ൽ നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സഡൻ റിക്കവറി, സഡൻ റിലീഫിനൊക്കെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് 7-ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ്. അപ്പോൾ പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി തൊഴിൽസ്ഥിതി നോക്കുമ്പോൾ 10-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ൽ നിൽക്കുന്ന സമയമാണ് ആദ്യ പകുതി. അത് ത്രികോണ സ്ഥാനത്താണ്. അതുപോലെ യോഗകാരകനായിട്ടുള്ള ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് വരുന്നു. അതൊക്കെ തൊഴിലിൽ വലിയ നേട്ടം നൽകും. പ്രത്യേകിച്ച് ആഗ്രഹിക്കുന്ന രീതിയിൽ തൊഴിലിൽ ഒരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിയേറ്റീവ് തലത്തിലും അതുപോലെ ഒരു പ്രാക്ടിക്കൽ സ്കില്ലൊക്കെ കൂടുന്ന സമയമെന്ന് പറയാം. ഇപ്പോൾ തൊഴിൽ അന്വേഷകർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ്. അവസാനത്തെ പകുതി 18 മുതൽ ആ ചൊവ്വ 6-ലേക്കാണ് രാശി മാറുന്നത്. അപ്പം ഈ 10-ാം ഭാവാധിപൻ ആദ്യ പകുതി ത്രികോണസ്ഥാനത്ത് നിൽക്കുന്നത് വളരെ ഗുണം ചെയ്യും. അവസാനത്തെ പകുതി ആ ചൊവ്വ 6-ലേക്ക് നീചരാശിയിലേക്കാണ് രാശി മാറുന്നതെങ്കിലും 6-ൽ ആ ഗുരു ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്നതുകൊണ്ട് അത്ര ദോഷം ചെയ്യില്ല. അവസാനത്തെ പകുതി തൊഴിലിടത്ത് അല്പം അച്ചടക്കമൊക്കെ വേണ്ടുന്ന സമയമാണ്. ഇപ്പോൾ കോവർക്കേഴ്സുമായിട്ട് ഒക്കെ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയൊക്കെ നോക്കണം. കാരണം ഈ തൊഴിലിടത്ത് നമ്മൾ ഡിസ്പ്യൂട്ട് ഉണ്ടാകാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എങ്കിലും ഗുരു ഉച്ചസ്ഥനായിട്ടൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ട് 6-ൽ നിൽക്കുന്നതുകൊണ്ട് തൊഴിലിടത്ത് എന്തെങ്കിലുമൊക്കെ ട്രബിൾ വന്നാൽ തന്നെയും അതൊക്കെ നമുക്ക്
ആ ട്രബിള് റിസോൾവ് ചെയ്യാൻ, അത് പരിഹരിക്കാൻ കഴിയുന്ന സമയമാണ്. ജന്മരാശിയിലൊക്കെ രാഹു, അതുപോലെ ജന്മരാശിയിലൊക്കെ കുജൻ്റെ ദൃഷ്ടി ഒക്കെ വരുന്നുണ്ട്. അവസാനത്തെ ഇപ്പം ജന്മരാശിയിൽ രാഹു നിൽക്കുകയാണ്, അവസാനത്തെ പകുതി ആ ജന്മരാശിയിലേക്ക് കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്നുണ്ട്. അതുപോലെ ആദ്യ പകുതി ജന്മരാശിയിൽ നിൽക്കുന്ന രാഹുവിനെ സൂര്യനും നോക്കുന്നുണ്ട്. അപ്പോൾ പൊതുവേ നമുക്ക് ഒരു അഗ്രസീവ് എനർജി കൂടാം, ഒരു പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ നമ്മളൊരു കെയർ കൊടുക്കണം. പ്രത്യേകിച്ച് ജന്മരാശിയിൽ രാഹു നിൽക്കുന്നു, അവിടെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു, അവിടെ ചൊവ്വയുടെ ദൃഷ്ടി വരുന്നു. ഇതൊക്കെ നമുക്ക് അഗ്രസീവ് എനർജി കൂട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ അവിടെ സംസാരത്തിലൊക്കെ ഒരു സംയമനം ആവശ്യമാണ്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി ആണ് നമുക്ക് കൂടുതൽ അനുകൂലമായിട്ടുള്ള സ്ഥിതി. തൊഴിൽ അവസരങ്ങളൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, ഡിജിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതുപോലെ മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്, മാർക്കറ്റിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ ഈ റിസർച്ച് ഏരിയ, അതുപോലെ ഈ ഡേറ്റ അനലിറ്റിക്, അതുപോലെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ, ടാക്സ്, റവന്യൂ, ഹെൽത്ത്, അതുപോലെ അക്കൗണ്ടിങ് മേഖല, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതുപോലെ ആഡിറ്റിങ്, അതുപോലെ കോൺഫിഡൻഷ്യൽ വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. അവർക്കൊക്കെ നേട്ടങ്ങളുണ്ടാകും. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ്. പ്രത്യേകിച്ച് 6 ആ ഗുരുവിൻ്റെ ഉച്ചസ്ഥിതി, അതുപോലെ ചൊവ്വയുടെ 6 ആ മാറ്റമൊക്കെ നമ്മുടെ കോമ്പറ്റേറ്റീവ് തലത്തിലൊക്കെ ശോഭിക്കും. വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഈ 12 കുജൻ്റെയും ഒക്കെ ദൃഷ്ടി വരുന്നുണ്ട്, ഗുരുവിൻ്റെ ദൃഷ്ടിയും 12 വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് അത് 6 നിന്നാണ് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും വിദേശത്തെ തൊഴിലന്വേഷണമൊക്കെ സ്മൂത്താകും, തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇനി ബിസിനസ്സുകാർക്ക്, ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ എന്ന് പറയുന്ന ബുധനാണ്. ആ ബുധൻ ആദ്യവാരം 7-ലാണ് നിൽക്കുന്നത്. ഇപ്പം 7-ാം ഭാവാധിപനായിട്ട് സൂര്യനും ആദ്യ പകുതി 7-ലാണ്. ആദ്യ പകുതി അപ്പോൾ ബിസിനസ് ആദ്യ പകുതിയൊക്കെ അനുകൂല സാഹചര്യമാണ്. അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഒരു കെയർ വേണം. പാർട്ട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം. അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ 7-ാം ഭാവാധിപനായ സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുന്നു. ബുധനും 8-ാം ഭാവാധിപനായ ബുധൻ 8-ലേക്ക് മാറുന്നുണ്ട്. ഉച്ചരാശിയിലാണ് ആ ബുധൻ രാശി മാറുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ബിസിനസ് സംബന്ധമായിട്ട് ഒരു കെയർ കൊടുക്കണം. ബിസിനസ് ഭാവിയിലൊക്കെ നമുക്ക് ബിസിനസ് വിപുലപ്പെടുത്തുന്നതിനുള്ള പ്ലാന്, അതിനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്, അതിനുള്ള സ്ട്രാറ്റജി, അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ടാണ് കാണുന്നത്. അത് ബിസിനസ്സിന് ഗുണം ചെയ്യും. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ്. ആ ബുധൻ 5-ാം ഭാവാധിപനുമാണ്, 8-ാം ഭാവാധിപനുമാണ്. 8-ാം ഭാവാധിപനായ ബുധൻ 8-ൽ തന്നെ സെപ്റ്റംബർ 7-ന് 8-ലേക്ക് രാശി മാറുന്നുണ്ട്. അഷ്ടമത്തിലാണ് ആ ബുധൻ ഉച്ചസ്ഥിതനായിട്ട് വരുന്നത്. 8-ൽ ബുധൻ വരുന്നത് വലിയ ദോഷമൊന്നും ചെയ്യില്ല. അതുപോലെ 9-ാം ഭാവാധിപൻ യോഗകാരകനായിട്ടുള്ള ശുക്രൻ 9-ലേക്ക് മൂലത്രികോണ രാശിയിലേക്ക് ബലവാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വിഷയത്തിലൊക്കെ ഡീപ്പ് നോളജ് ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ ഉന്നത പഠനം നടത്തുന്നവർക്ക്, ഗവേഷണം നടത്തുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ്. പ്രത്യേകിച്ച് 9-ാം ഭാവാധിപൻ 9-ൽ ബലവാൻ, അഷ്ടമത്തിൽ ബുധൻ ബലവാൻ. അപ്പോൾ റിസർച്ച് ചെയ്യുന്നവർക്കും ഹയർ സ്റ്റഡീസിലൊക്കെ ഏർപ്പെടുന്നവർക്കൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് തന്നെ പറയാം. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ തിളങ്ങാൻ കഴിയുന്ന സമയമാണ്. ഹയർ സ്റ്റഡീസിന് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അതും സാധ്യമായ സമയമാണ്. അപ്പോൾ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. വിദേശത്ത് ഉന്നത പഠനം, ഗവേഷണം ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. ഇനി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ 2-ൽ ധനസ്ഥാനത്ത് ശനിയുണ്ട്. ആ ശനി വക്രത്തിലാണ്. ശനി 12-ാം ഭാവാധിപനുമാണ്. അതുപോലെ ജന്മലഗ്ന രാശ്യാധിപനുമാണ് ആ ശനി വക്രത്തിൽ സഞ്ചരിക്കുന്ന 2-ൽ. അതേസമയം ധനഭാവാധിപനായിട്ടുള്ള ഗുരു 6-ൽ ഉച്ചസ്ഥിതനാണ്. അവിടെ നിന്നിട്ട് ആ ഗുരു 2-ലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ആ ഗുരു അപ്പോൾ പൊതുവെ 11-ാം ഭാവാധിപനായിട്ടുള്ള ഗുരുവും കൂടിയാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകിച്ച് വ്യവഹാരങ്ങൾ വഴിയൊക്കെ ചില നേട്ടങ്ങളൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ് തലത്തിലൊക്കെ ബെനിഫിറ്റ് ഉണ്ടാകും. സ്പെക്കുലേറ്റീവ് ബിസിനസ് വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. അതുപോലെ ഈ ജോയിൻ്റ്
സംരംഭങ്ങളിലൊക്കെ ജോയിൻ്റ് ഫൈനാൻസിലൊക്കെ ഒരു കെയർ വേണം. എല്ലാ ട്രാൻസാക്ഷനിലൊക്കെ നമ്മളെല്ലാം ഒരു കെയർ കൊടുത്തു പോകണം. ഒരു സുതാര്യത വേണം. ഒരു ട്രാൻസ്പാരൻസി ആവശ്യമായിട്ടുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ വായ്പകൾ കിട്ടുന്നതിന് ഉള്ള തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ സമ്പാദ്യക്കുറവ് പരിഹരിക്കുന്നതിനും സമ്പാദ്യം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ചില മാർഗങ്ങൾ ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്തിയെന്ന് വരാം. ഇപ്പോൾ 2-ലെ ശനി, വക്രശനി എന്ന് പറയുമ്പോൾ 12ാം ഭാവാധിപനായിട്ടുള്ള ശനിയാണ്. അപ്പോൾ നമുക്ക് ആ 2-ൽ നിൽക്കുമ്പോൾ നമുക്ക് ആ ചെലവ് ചുരുക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ടാകും. ചിലർക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മോണിറ്ററി ഗെയിനിനും സാധ്യത കാണുന്നുണ്ട്. ധനവരവിലും ധനവിനിയോഗത്തിലും ഒരു ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ്. ഇനി വിവാഹം, ദാമ്പത്യ ബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. 7ാം ഭാവരാശിയിൽ കേതു ഉണ്ട്. ആദ്യ പകുതി 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ 7 തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 7ാം ഭാവാധിപൻ 7ലൊക്കെ നിൽക്കുമ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരാം. എങ്കിലും ആലോചനകളിൽ ഒരു താല്പര്യക്കുറവ് ചിലപ്പോൾ ഉണ്ടാകാം. അപ്പോൾ ഒരു കൺഫ്യൂഷനൊക്കെ ചിലപ്പോൾ വന്നു എന്ന് വരാം. പ്രത്യേകിച്ച് 7 കേതു സ്ഥിതിയുണ്ട്. കേതു ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ജീവിത പങ്കാളിയെ ചൂസ് ചെയ്യുന്നതിൽ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. കഴിവതും പെട്ടെന്ന് ഒരു ആലോചന വരിക, ഉടനെ ഒരു തീരുമാനം എടുക്കുക, ഈ അവസ്ഥ ഒഴിവാക്കുക, ആലോചിച്ച് തീരുമാനിക്കുക. കമിതാക്കൊക്കെ പ്രണയബന്ധമൊക്കെ ഉണ്ടാകുമെങ്കിൽ അത് സ്മൂത്ത് ആകണമെന്നില്ല. 5ൽ ചൊവ്വയുണ്ട്. 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്ക് രാശി മാറുകയാണ്. അപ്പം പ്രണയവിവാഹത്തിന് ചിലപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. അപ്പം പ്രണയബന്ധം സ്മൂത്ത് ആകണമെന്നില്ല. ഇനി ദാമ്പത്യ ബന്ധത്തിലോട്ട് വരുമ്പോൾ 7 കേതു ഒരു ഡിറ്റാച്ച്മെൻറ്റിൻ്റെ ഗ്രഹമാണ്. സൂര്യൻ 7 ഈഗോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം, ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം. അപ്പോൾ അവിടെയൊക്കെ കഴിവത് ഈഗോ കുറച്ച് പോവുക. ദമ്പതിമാരുടെ ഭാഗത്ത് ഈഗോ കുറയ്ക്കാമെങ്കിൽ ദാമ്പത്യ ബന്ധം സ്മൂത്താകും എന്ന് തന്നെ പറയാം. അപ്പോൾ തർക്കങ്ങളൊക്കെ അവിടെ ഉണ്ടാകാതെയൊക്കെ നോക്കുക. അതുപോലെ അവസാനത്തെ പകുതി 7ാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ അഷ്ടമത്തിലേക്ക് മാറുകയാണ്. അതൊക്കെ ചിലപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് വരാം. അതുപോലെ ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അഗ്രസീവ് എനർജി കൂടാൻ സാധ്യതയുണ്ട്. കാരണം അവിടെ സൂര്യൻ 8 വരുന്നു എന്ന് മാത്രമല്ല, അവിടെ ചൊവ്വയുടെയും അതുപോലെ ശനിയുടെയൊക്കെ ദൃഷ്ടി ആ സൂര്യനും ബുധനും ഒക്കെ ഉള്ള സമയവും കൂടെയാണ്. അതുകൊണ്ട് സംസാരത്തിൽ ഒരു കെയർ കൊടുക്കുക. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇൻഹെറിറ്റൻസ് വിഷയവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഫാമിലി ലൈഫ് ചിന്തിക്കുമ്പോൾ 2ാം ഭാവാധിപനായിട്ടുള്ള ഗുരു 6 ഉച്ചസ്ഥിതനായിട്ട് നിൽക്കുന്നു. 2 ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നു. ആ 2ലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട്. 2ാം ഭാവാധിപൻ 2 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വസ്തു, വീട്, വാഹനം വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ വീട് പുതുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ശുക്രൻ്റെ 9ലെ സ്ഥിതി വളരെ അനുകൂലമായിട്ടുള്ള ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ 4ാം ഭാവാധിപനും കൂടെയാണ് ഈ ശുക്രൻ. 4ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ ഫാമിലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ, ഫാമിലി സറൗണ്ടിങ്സ്, ഫാമിലിയിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതേസമയം 2 ബുധൻ്റെ നീചദൃഷ്ടിയുണ്ട്. അവസാന പകുതി സൂര്യൻ്റെ ദൃഷ്ടി 2 വരുന്നുണ്ട്. ശനി 2 നിൽക്കുന്നു. ശനിയെ സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു. ജന്മരാശിയിൽ രാഹുവുണ്ട്. രാഹുവിനെ ആദ്യ പകുതി സൂര്യൻ ദൃഷ്ടി ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് നമ്മുടെ അഗ്രസീവ് എനർജി കൂട്ടാം. അവിടെയൊക്കെ കമ്മ്യൂണിക്കേഷനിലൊരു കെയർ വേണ്ടുന്നതിനെയാണ് അത് സൂചിപ്പിക്കുന്നത്. കഴിവതും പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ ജന്മരാശിയിലെ രാഹുവിനെ സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുമ്പോൾ 2 ശത്രുഗ്രഹങ്ങളാണ്. അപ്പോൾ നമുക്ക് ഒരു പ്രകോപനം, നമ്മുടെ ഒരു പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള ഒരവസ്ഥ നമ്മുടെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 8, 9,
12, 13, 22, 23 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ ഒഴിവാക്കുക, പുതിയ സംരംഭങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക, സുപ്രധാന തീരുമാനങ്ങളും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. ഇപ്പം ഞാനിവിടെ സൂചിപ്പിച്ചത് കുംഭക്കൂറുകാരുടെയും കുംഭലഗ്നക്കാരുടെയും സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ടുള്ള ഒരു പൊതുഫലമാണ് പറഞ്ഞത്. അപ്പോൾ ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മാത്രമേ കുംഭലഗ്നം വരികയുള്ളൂ. അപ്പോൾ കുംഭലഗ്നമല്ലാതെ മറ്റ് ലഗ്ന വന്നിട്ടുള്ള കുംഭക്കൂറുകാർ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കുംഭക്കൂറുകാർക്ക് കുംഭലഗ്നമല്ലാതെ മറ്റു ലഗ്നരാശി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ലഗ്നരാശി ഏതെന്നറിയണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ നമ്മൾ എടുക്കണം. അത് ഈ കുറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക. എങ്കിൽ മാത്രമേ സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടും. നമ്മൾ കൂറിൻ്റെ ആംഗിളിലും ചിന്തിക്കണം, ലഗ്നത്തിൻ്റെ ആംഗിളാണ് ഏറ്റവും പ്രധാനം. അവിടെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ ഞാൻ ഈ പറഞ്ഞതെല്ലാം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ്. പക്ഷേ ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ജാതകത്തിൽ എങ്ങനെയാണ് ഗ്രഹസ്ഥിതി? ഇപ്പോൾ ഏത് ദശ നടക്കുന്നു, ഏത് അപകാരം നടക്കുന്നു, ഏത് ഛിദ്രം നടക്കുന്നു, അതെല്ലാം ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ, ഇതിനനുസരിച്ചൊക്കെ ഈ പൊതുഫലത്തിൽ വലിയ മാറ്റങ്ങൾ വരും. അതൊക്കെ നമുക്ക് ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നും കൂടെ മനസ്സിലാക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.